السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ബഹുമാനിച്ച ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനോടുള്ള ബഹുമാനം അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒരുപാട് വട്ടം ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ. ഹൃദയത്തിന്റെ കറയും കാപട്യവും ഗഫലത്തുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊണ്ട് നീക്കി തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മദീനയിലെ കുളങ്ങളെക്കുറിച്ചും കിണറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, കുറച്ചും കൂടെ പരിചയപ്പെടുത്തിയിട്ട് മറ്റു ചില വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബിറു ഇഹാബ് എന്ന് പറയുന്നൊരു കുളം അവിടെ ഉണ്ട്. പലതും നമുക്ക് പരിചയമില്ലാത്തതാണ്. ബിറു അനസ് ബിൻ മാലിക് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു കുളമുണ്ട്, ഒരു വെള്ള സംഭരണി ഉണ്ട്. റൂമിയ എന്നാണ് ആ കുളം അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ തുപ്പുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത്ര ശുദ്ധമായ വെള്ളം വേറെ ഒരു കിണറിലും ഉണ്ടായിരുന്നില്ല. അത്രയും രസകരമായ വെള്ളമാണ് അതിലുണ്ടായിരുന്നത്. ബിറുൽ ആവാഫ് ഉണ്ട്. നബി തങ്ങൾ അതിൻ്റെ ഒരു വശത്തിരുന്നിട്ട് ഒതു ഉണ്ടാക്കിയെന്ന ആ കിണറിൻ്റെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അറബികൾ അന്ന് വേറെ ഈ ടാപ്പ് മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. യാത്ര ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെയാണ് ഉണ്ടാവുക. അവർ ഓരോ സമയത്ത് ഇറങ്ങേണ്ടി വരൂലേ, ളുഹറിന്, അസറിന്, മഗ്രിബിന്, ഇശാഇന്, രാവിലെ ഭക്ഷണം കഴിക്കാൻ, ഇങ്ങനെയൊക്കെ ഇറങ്ങേണ്ടി വരില്ലേ. അതൊക്കെ ഈ യാത്രയിൽ മറ്റൊക്കെ ഉള്ള ഈ കുളത്തിൻ്റെയും കിണറിൻ്റെയും അടുത്താണ് ഇറങ്ങുക. അതിൽ നിന്ന് വെള്ളം സംഭരിക്കുക, കുടിക്കുക, കുളിക്കുക, അതിൽ നിന്ന് കോരി കുടിക്കുക. ഇതാണ് സംവിധാനം. അല്ലാതെ കുപ്പിവെള്ളത്തിൻ്റെ പരിപാടിയൊന്നും ഇല്ലല്ലോ അവിടെ. അപ്പോൾ ആ കാലഘട്ടത്തിലെ യാത്ര അങ്ങനെയായിരുന്നു. നമുക്കും അറിയാം, പഴയ കാലത്തൊക്കെ യാത്ര ചെയ്തിരുന്ന ആളുകൾ അങ്ങനെ പോകുക. അവരെ കയ്യിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. ദീർഘമായ യാത്ര കാൽനടയായി ഇങ്ങനെ യാത്ര ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മുടെ പഴയ കാലത്തെ ആളുകളൊക്കെ അവരെന്താ ചെയ്യുക, പോകുന്ന വഴിയിൽ ഏതെങ്കിലുമൊക്കെ കിണറുണ്ടാകുമെന്ന് വെള്ളം മുക്കോരി കുടിക്കും, പിന്നെ യാത്ര തുടരും. അതങ്ങനെയാണ്. അപ്പം മൃഗങ്ങൾക്ക് എത്ര വെള്ളം വേണം, മനുഷ്യന്മാർക്ക് വെള്ളം വേണം. പിന്നെ ഒരു കിണർ കഴിഞ്ഞാൽ പിന്നെ 10-100 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും ഒരു കിണറുണ്ടാവുക, അല്ലെങ്കിൽ 50 കിലോമീറ്റർ കഴിഞ്ഞിട്ട്. അവർക്കത് അറിയാം. അപ്പോൾ അതിനിടയിൽ ഉപയോഗിക്കാനുള്ള വെള്ളം സംഭരിക്കണം. അതൊക്കെ ഇവിടെ ഇറങ്ങി വിശ്രമിച്ച് കുളിച്ച് കുടിക്കാനൊക്കെ സൗകര്യം അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ വഴിയിൽ ഹോട്ടലൊന്നും ഇല്ലല്ലോ. ഭക്ഷണവും ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നബിതങ്ങൾ അവിടെ ഇറങ്ങി ഒതു ഉണ്ടാക്കി, സൈഡിൽ നിന്ന് ഒതു ഉണ്ടാക്കിയപ്പോൾ വെള്ളം ഇങ്ങോട്ട് ഒഴുകി. നബിതങ്ങൾ ഒതു എടുത്ത വെള്ളം അങ്ങോട്ട് ഒഴുകി എന്നാണ്. ഏതായാലും അതുപോലെ തന്നെ ബീറു ഉബ എന്ന് പറയുന്ന ഒരു കിണറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈള ഗോത്രക്കാരെ നബി തങ്ങൾ വിരോധിച്ചപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരുന്ന് നബി തങ്ങൾ താമസിച്ചത്. ഹുബ്ബ കെട്ടിയിട്ട് കുടിച്ചു. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഇപ്പം അറിയില്ല. ബീറു ഇഹാബ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പി എന്ന് പറയുന്ന മദീനയിലെ സംസം എന്ന് പറയുന്ന ഒരു കിണറാണ്, ഒരു കുളമാണിത്, ഒരു കിണർ. സംസം എന്നാണ് അറിയപ്പെടുന്നത്. മദീനക്കാർ അന്നും ഇന്നും അതിൽ നിന്ന് വെള്ളം കോരി ബർക്കത്തെടുത്തിരുന്നു എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയാണ്. എന്നിട്ട് ആ വെള്ളം കോരി ജനങ്ങൾ സംസം വെള്ളം കൊണ്ടുപോകുന്ന മാതിരി കൊണ്ടുപോയിരുന്നു. അതുകൊണ്ടാണ് സംസം എന്ന് പറയുന്നത്, ബീറു ഇഹാബ്. അതൊക്കെ ഇവർ പറയുന്ന കാലത്തുണ്ട്. ഇനിയിപ്പോൾ അതുണ്ടോയെന്ന് അറിയില്ല. ഞാനതിൻ്റെ പ്രാധാന്യത പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ബീറുൽ അഖബ എന്ന് പറയുന്നൊരു കിണറുണ്ട്. നബി തങ്ങൾ അതിൻ്റെ പക്കത്ത് പോയിരുന്നു എന്ന് പറയുന്ന വേറെ കിണർ, ഖുബൻ്റെ അടുത്തുള്ള കിണറല്ലാതെ കാലൊക്കെ തൂക്കിയിട്ടിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ആ കിണറിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നു എന്ന് പറയുന്നത്.
ഇങ്ങനെ ധാരാളമുണ്ട്. അപ്പോൾ ഞാൻ ആ ചർച്ച നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് സംബന്ധമായിട്ട് വല്ല വീഡിയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. മദീനക്കാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പ്രവേശിക്കുമ്പോഴെല്ലാം അവിടെ നബി തങ്ങളടുത്ത് പോയിട്ട് ഒരു സലാം പറയൽ സുന്നത്താണ്. മദീനക്കാരല്ലാത്തവർക്ക് കേട്ടോ. മദീനക്കാർക്ക് എപ്പോഴും സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ യാത്ര കഴിഞ്ഞ് വരുന്നവർ, യാത്രക്ക് പോകുന്ന ആളുകൾ നബിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് നബിക്ക് സലാം പറയാം, ദ്വാരിക്കുക. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ ദ്വാരിക്കുക. പതിനാറാമത്തെ കാര്യം, യംബഗീലൻ ഇലാഹിള ബിഖൽബിഹി ഫി മുദ്ദത്തി മുഖാമിദിൻ ജലാലതഹ വ അന്നഹ ബൽദൻ ഇഖ്താറഹു അല്ലാഹു ലിജ്റത്ത് നബിഹി സ്വല്ലല്ലാഹു അലൈഹി ഇസ്തിതാനിഹി മുതഫനിഹി വസ്തഹറ തറദ്ദഹു സ്വല്ലല്ലാഹു അലൈഹി ഫിയാ മശിയഹു ഫി ബുഖായിഹ. മദീനയിൽ ചെല്ലുന്ന ആളുകൾ അവിടെ വളരെ ബഹുമാനം കാത്തു സൂക്ഷിക്കണം. മദീനൻ്റെ ബഹുമാനം എന്താണെന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തിരഞ്ഞെടുത്ത മണ്ണാണ്. അല്ലാതെ ഒരു പ്രത്യേകത മദീനയ്ക്ക് ഇല്ലല്ലോ. സൗദി അറേബ്യയിലെ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യത്ത് ഒരു സ്ഥലം മാതിരി ഒരു സ്ഥലമല്ലാതെ വേറെന്ത് പ്രത്യേകത അതിനുണ്ടായിരുന്നത്? ഒന്നുമില്ല. അള്ളാഹു നബി തങ്ങൾക്ക് ഹിജ്റക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. നബി തങ്ങളുടെ സ്വദേശമായി തിരഞ്ഞെടുത്തതാണ്. മുത്തുനബി തങ്ങളെ മറമാടിയ സ്ഥലമാണ്. നബി തങ്ങൾ ഇതിൻ്റെ ഓരോ കല്ലിലൂടെയും മണ്ണിലൂടെയും സഞ്ചരിച്ചിരുന്നു. ഞാൻ നടക്കുന്ന ഈ സ്ഥലത്തു കൂടെ അല്ലാഹുവിൻ്റെ റസൂൽ നടന്നിരുന്നു എന്നൊക്കെ മനസ്സിൽ ഓർമ്മ വേണം. ഇപ്പോൾ നമ്മുടെ കിണറിനെ കുറിച്ചൊക്കെ പറഞ്ഞ മാതിരി ആ ബറക്കത്ത്, നബി തങ്ങൾ തുപ്പി ആ കിണറിൻ്റെ ആ ബർക്കത്ത്, അല്ലെങ്കിൽ വുളു എടുത്ത ആ വെള്ളത്തിൻ്റെ ബർക്കത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ മണ്ണിനുണ്ടാകും. അതുകൊണ്ടാണ് മഹാന്മാരായ പറയുന്നത്, അവിടെ മടുപ്പില്ലാത്ത കാലത്തോളം നിൽക്കണം. മടുത്തും തോന്നിയാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല, പോകണം. അതുപോലെ തന്നെ മദീനയിൽ പനിക്കുക, അങ്ങനെയുള്ള ചെറിയ പരിപാടിയുണ്ട്. മദീനയിലെത്തിയ മിക്ക ആളുകൾക്കും പനിക്കും. അപ്പോൾ ആരെന്താക്കരുത്, അസ്വസ്ഥത പ്രകടിപ്പിക്കരുത്, ഗുളികയൊക്കെ കുടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വബറ അലാ ലഅ്വാഇൽ മദീനതി വശിദ്ദതിഹാ കുന്തു ലഹു ഷഹീദൻ വ ശഫീഅൻ യൗമൽ ഖിയാമ. മദീനയിലെ ഈ പ്രയാസത്തിൽ ഒരാൾ ക്ഷമിച്ചാൽ ഞാൻ അവർ ഖിയാമത്ത് നാളിൽ ശുപാർശകനാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇസ്തഹബ യസൂമ ബിൽ മദീനതി മാ അംകനഹു. ഇമാം നബി തങ്ങൾ പറയുന്ന മദീനയിലെ ആദാബിലെ 18ാമത്തെ കാര്യം, മദീനയിൽ പരമാവധി നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അതുപോലെ യതസദ്ദഖ ബിമാ അംകനഹു മിന ജിറാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിൻ്റെ അയൽവാസികളില്ലേ, നബിൻ്റെ ജിറാൻ, അത് നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ അവർക്കൊക്കെ സ്വതക്ക ചെയ്യൽ സുന്നത്താണ്. എന്തെങ്കിലും സദക്ക നമ്മൾ പറഞ്ഞിരുന്നല്ലോ, കറക്റ്റ് പൈസയായി പോകരുത്. കുറച്ച് സദക്ക ചെയ്യാനൊക്കെ കരുതിയിട്ട് ഒരു പൈസ നമ്മൾ കരുതണം. ഒരു 5000 റുപ്യ 10000 റുപ്യൊക്കെ എന്ത് ചെയ്യുക, നാട്ടിൽ നിന്ന് തന്നെ കരുതി എനിക്ക് സദക്ക ചെയ്യാനാണ്. എന്നിട്ട് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടോ പൈസ കൊടുത്തിട്ടോ ഈത്തപ്പഴം വാങ്ങി കൊടുത്തിട്ടോ എന്താണോ ആവശ്യമായത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഹജ്ജിന് പോകുന്ന ആളുകൾ കുറച്ച് പൈസ കരുതണം. അവിടെ ചിലവാക്കാനെന്ന് പറഞ്ഞ പൈസക്ക് പുറമെ എന്ത് ചെയ്യുക, സദക്ക ചെയ്യാൻ, ആവശ്യക്കാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ, ആവശ്യമാകുമ്പോൾ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കത്തും മദീനൊക്കെ സദക്ക ചെയ്യാൻ ഒരു 5000 10000 രൂപയൊക്കെ കയ്യിൽ കരുതണം, സുന്നത്താണ്. അതുപോലെ തന്നെ മദീനയിലെ മണ്ണോ കല്ലോ എടുക്കാൻ പാടില്ല. മദീനയിൽ നിന്ന് ഒരു സാധനം മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹറമാണ്. മക്കത്തെ ഹറമൊന്നും പാടില്ല. ഹറമിലെ മണ്ണോ കല്ലോ മരോ ഒന്നും എടുക്കാൻ പാടില്ല എന്നതുപോലെ മദീനയിലെ ഹറമിലെ മണ്ണെടുക്കാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. അതുപോലെ മദീനയിൽ മരം മുറിക്കാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ സിയാറത്ത് പരമാവധി വർദ്ധിപ്പിക്കുക. ഇമാം നബവി തങ്ങൾ അദ്കാറിൽ പറഞ്ഞു, ഇസ്നുൽ ഇക്താർ മിൻ സിയാറത്തുൽ ഖുബൂർ. ഖബർ സിയാറത്ത്, മുത്തുനബിൻ്റെ അടുത്ത് പോവുക, സലാം പറയുക എന്നുള്ള വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. അവിടെ മാത്രമല്ല, ഇക്താറുൽ വഖൂഫ് ഇൻദ ഖുബൂരി അഹ്ലിൽ ഖൈരി വസ്സലാഹ്. മഹാന്മാരായ ആൾക്കാരുടെ ഖബറിൻ്റെ അടുത്തൊക്കെ ഒരുപാട് സമയം ചിലവഴിക്കൽ സുന്നത്താണ്. നമ്മൾ അങ്ങനെ ചുംബിക്കാൻ പാടില്ല, അതിൽ ഖബറമേ കിടക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ശരി, ഒരദബ് പാലിച്ചുകൊണ്ട്. അപ്പോൾ ജീവിതകാലത്ത് ഇപ്പോൾ അവരെ സാന്നിധ്യത്തിൽ നമ്മൾ നിൽക്കൽ വലിയ പുണ്യം തന്നെയല്ലേ. അവർക്ക് അല്ലാഹു തആലാൻ്റെ തിരുനോട്ടവും
അവരുടെ സാന്നിധ്യത്തിൽ വലിയ ബർക്കത്തും ഉണ്ടാവില്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ അച്ചടക്കത്തോടു കൂടി ഖുർആൻ ഓതിയിട്ടോ മറ്റോ ഒക്കെ ഒരുപാട് സമയം കഴിച്ചു കൂട്ടൽ സുന്നത്താകുന്നു. അതുപോലെ തന്നെ മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഹുജറ ഷരീഫിലേക്ക് ഇങ്ങനെ നോക്കിക്കൽ സുന്നത്താണ്. ഖിബിലക്ക് തിരിഞ്ഞിരിക്കൽ സുന്നത്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധമായ മുത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറ ഷരീഫ നോക്കിക്കൽ സുന്നത്താണ്. അതുപോലെ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ആ കുബ്ബല്ലേ, ആ കുബ്ബയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കലും നല്ല കാര്യമാണെന്ന് ഇമാം ഈ ഹാഷിയത്തിൽ അള്ളാഹുൽ ഇമാം ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. സന്നിൽ ഇമാം ബിൽ മസ്ജിദ് ഇദാമത്തുൻ നദറിൽ ഹുജറത്ത് ഷരീഫ, ഹുജറ ഷരീഫിനെ അങ്ങനെ നോക്കിക്കൽ സുന്നത്താണ്. വലിമൻ ഖാരി പുറത്തുള്ളവർക്ക് ഇദാമത്തുഹുലിൽ ഖുബ്ബ, ആ കുബ്ബയിലേക്ക് നോക്കുക. മാൻ മഹാബത്തി വൽ ഹുദൂർ, റസൂലുള്ളാഹിയാണല്ലോ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്, അതിൻ്റെ താഴെയുള്ളത് മുത്തനബിൻ്റെ അവിടെ ഉള്ളത് എന്നുള്ള ആ ബഹുമാനത്തോടു കൂടെ നമ്മൾ നോക്കുക. അത് ഹസനാണ്. മദീനയിൽ മരിക്കൽ സുന്നത്താണ്. അപ്പോൾ അതിനാഗ്രഹിക്കുക, മദീനയിൽ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. മനിസ്തതായ മൂത്തബിൽ മദീന, ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. മദീനയിൽ മരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ മരിച്ചോട്ടെ. ഫൈനി അഷ്ഫഉ ലിമൻ യമൂതു ബിഹാ, അവിടെ മരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്ത് താമസിക്കലാണോ മദീനത്ത് താമസിക്കലാണോ ഉത്തമം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാറുള്ളത്, മഹാന്മാർ പറയുന്നത് മദീനയിൽ താമസിക്കലാണ്. മക്കയിൽ ഇബാദത്ത് ചെയ്താൽ മദീനത്തെ പള്ളിയിൽ ഇബാദത്ത് ചെയ്യുന്നതിനൊക്കെ ഇരട്ടി കൂലിയുണ്ട്. കാരണം മദീനയിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, അതിൻ്റെ അന്തരീക്ഷത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ സഹിച്ചുകൊണ്ട് അങ്ങനെ നിന്നു, അഥവാ മരിച്ചു നിൽക്കുക. എന്നാൽ ഖിയാമത്ത് നാളിൽ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫീ ആയിരിക്കും. ഖിയാമത്ത് നാളിൽ അയാളൊരു ഷഹീദും ആയിരിക്കും. വേറെ കൂട്ട പണ്ഡിതന്മാർ പറയുന്നതിന് മക്കയിൽ കൂടുതൽ താമസിക്കലാണ് നല്ലത് എന്നുള്ളത്. കാരണം അവിടെയാണല്ലോ ഇപ്പോൾ ഇബാദത്തിന് ഇപ്പോൾ 100 ലക്ഷക്കണക്കിന് ഇരട്ടി കൂലി കിട്ടുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മക്കയോടൊക്കെ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹി വഅഹബ്ബു അർദില്ലാഹ്, അള്ളാൻ്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അള്ളാൻ്റെ ഭൂമിയിൽ ഏറ്റവും ഖൈറായതും നീയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ അവർ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പുറത്താകില്ലായിരുന്നു എന്ന്. അപ്പോൾ ഈ അഭിപ്രായത്തെയാണ് ഇമാം ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ പ്രബലപ്പെടുത്തുന്നത്. ഓരോരുത്തരും ഈമാൻ്റെയും മനസ്സിൻ്റെ സ്ഥിതിക്കനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും. അങ്ങനെ അതുപോലെ 21ാമത്തെ കാര്യമായിട്ട് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മദീനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ദുആയിരുന്ന് ലാസ്റ്റ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഖബറിൻ്റെ അടുത്ത് തന്ന് ഒന്നുകൂടെ സലാം പറഞ്ഞ് ദുആയിരുന്ന്, ഇങ്ങനെ തുടക്കത്തിൽ നമ്മൾ ദ്വാരക്കണൊക്കെ പറഞ്ഞില്ലേ, തുടക്കത്തിൽ കുറച്ച് ദുആ പറഞ്ഞില്ലേ, ആ ദുആക്കെ ദുആയിരുന്ന് സിയാറത്ത് ചെയ്യുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ദ്വാരക്കേണ്ടതെന്ന്, അതൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇത് കുറവ് അല്ലാഹുവേ റസൂലുള്ളാഹിൻ്റെ ഹറമിലുള്ള അവസാനത്തെ വരവാക്കരുതേ റബ്ബേ എന്ന് ദ്വാരക്കുക, ഇനിയും ഈ 2 ഹറമിലേക്കും വരാൻ എനിക്ക് സൗഭാഗ്യം തരണേ എന്ന് ദ്വാരന്നിട്ടാണ് പോകേണ്ടത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറൽ അഹ്ദി ബി ഹറമി റസൂലിക്, നിൻ്റെ റസൂലിൻ്റെ ഹറമിലുള്ള അവസാനത്തെ വരവ് നീ ആക്കരുതേ അല്ലാഹുവേ, നീ യസ്റിൽ ഔദ ഇലൽ ഹറമൈനി സബീലൻ സഹ്ല, ഈ 2 ഹറമുക്കുള്ള വഴി എനിക്ക് നീ എളുപ്പാക്കി തരണേ അല്ലാഹുവേ. വർസുഖ്നി അൽഅഫ്വ വൽ ആഫിയത ബിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും റാഹത്തും സന്തോഷവും നൽകണേ. വറുദ്ദന സാലിമീന ഗാനിമീൻ, എല്ലാ പുണ്യങ്ങളും നേടി എല്ലാ പ്രതിഫലവും നേടി നാട്ടിലേക്ക് മടക്കണേ അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് നേരെ കണ്ടു പോവുക. പിന്നോട്ട് നടക്കല്ല വേണ്ടത്, നേരെ മുന്നോട്ട് നടക്കുക. അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. ആ ദുആന് വല്ലാത്തൊരു ഫലമുണ്ട്. ആത്മാർത്ഥമായിട്ട് ദ്വാരന്നാൽ
വീണ്ടും നമുക്കങ്ങോട്ട് പോകാനുള്ള തൗഫീഖ് ഉണ്ടാകും. അള്ളാഹു നമുക്ക് ആ തൗഫീഖ് നൽകട്ടെ. മദീനത്തെ പള്ളിയൊക്കെ കാണാനൊക്കെ വല്ലാത്ത ചന്തമുള്ള ഒരു പള്ളിയാണ്. ആ ചന്തം ഒക്കെ ഓക്കെ, പക്ഷെ അതിൻ്റെ ആത്മീയ വശമുണ്ടല്ലോ, അതിനെ നമ്മൾ നല്ലോണം പരിഗണിക്കണം. അവിടെ നിസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലെത്ര നിസ്കരിച്ചതാ, നമ്മളെ സഹാബാക്കൾ അവിടെ എത്ര നിസ്കരിച്ചതാ, അവിടെയൊക്കെ എത്ര നടന്നതാ, സഞ്ചരിച്ചതാ. അവിടെ ഓരോ സ്ഥലത്തും ഓരോ പോയിന്റിലും അള്ളാഹുവിൻ്റെ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടാകും. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടാകും. ആ സ്ഥലത്താണ് നമ്മൾ പോയിരിക്കുന്നതും നിൽക്കുന്നതൊക്കെ. അപ്പോൾ പരമാവധി അവിടെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക. എൻ്റെ ഈ പള്ളിയിലെ നിസ്കാരം മറ്റുള്ള പള്ളിയിലേക്കാൾ 1000 ഇരട്ടി പ്രതിഫലമുള്ളതാണ്. അപ്പോൾ നബിതങ്ങളുടെ കാലത്തുള്ള പള്ളീനെക്കുറിച്ചാണ് പറയുന്നത്. ഹദീസ് കാണാം, മിമ്പരി അല ഹൗദി, എൻ്റെ മിമ്പർ ഹൗദുൽ കൗസറിൻ്റെ മുകളിലാണ്. മല്ലസിമൽ ഇബാദത്ത ഇൻദ മുമ്പരി യുസ്ഖാ മിനൽ ഹൗദി യൗമൽ ഖിയാമ. അതുകൊണ്ട് അവിടെ ആരെങ്കിലും നിസ്കരിച്ചാൽ ഖിയാമത്ത് നാളിൽ ഹൗദുൽ കൗസറിൽ നിന്ന് അവന് കുടിപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അവിടെ പള്ളിക്കൊക്കെ ഒരുപാട് വാതിലുകളൊക്കെ കാണാം. ബാബു ജിബ്രീൽ എന്നൊക്കെ പറയുന്നതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിരുന്ന വാതിലാണ്. അങ്ങനെ കുറേ വാതിലുകൾ, കുറേ പേരുകളൊക്കെ ഉണ്ട്. ഒക്കെ അവിടെ എത്തുമ്പോൾ ആളുകൾ കാണിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അറിവുള്ള ആളുകൾ. ഈ ചില തൂണുകളൊക്കെ ഉണ്ട്, എല്ലാ പള്ളിയിലും ഉണ്ടാവുമല്ലോ തൂണ്, ഫില്ലറുകൾ എന്ന മാതിരി. നമുക്ക് ആ പഴയ പള്ളിയിൽ ഒരുപാട് ഫില്ലറുകൾ കാണാം. അത് ചില ഫില്ലറുകൾക്കൊക്കെ അടുത്തായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ നിസ്കരിച്ചിരുന്നത് പതിവായിട്ട്. അള്ളാഹിൻ്റെ റസൂൽ പതിവായിട്ട് നിസ്കരിക്കുന്ന ആളെ മുന്നിലൊരു മറ വേണമല്ലോ. അവർ നിസ്കരിച്ചിരുന്ന ഒരു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്ന ഒരു തൂണ് കാണാം. ആ തൂണുകൾ ഏതാ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ആ തൂണുകൾക്കൊക്കെ പ്രാധാന്യത ഉണ്ട്. നമുക്ക് അതിനുള്ളിലേക്കൊന്നും കയറാൻ തന്നെ കഴിയില്ല, ആ പ്രത്യേക അനുമതിയൊക്കെ വേണം. ഖുറൈശികളിൽ നിന്നുള്ള മുഹാജിരിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നൊരു സ്ഥലമുണ്ട് ഒരു തൂണിൻ്റെ അടുത്ത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. അതേമാതിരി ഉസ്തുവാനത്ത് തൗബ എന്ന് പറയുന്ന തൗബൻ്റെ തൂണ് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തിക്കാഫ് ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിരിപ്പ് വിരിച്ചെടുത്തിരുന്നത്. എന്നിട്ട് അവിടെ ഇരുന്നതാക്കുക, ഇരിക്കുക. അല്ലെങ്കിൽ ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ചാരിയൊക്കെ ഇരിക്കുന്നത് അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്നു. അബൂ ലുബാബത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസിൽ തൗബ കിട്ടാൻ വേണ്ടി നബിനോട് പറഞ്ഞപ്പോൾ നബി ഒന്നും പറഞ്ഞില്ല, നിങ്ങളെ കാര്യം അവിടെ കട്ടെ എന്ന് പറഞ്ഞു. യുദ്ധത്തിന് പോകാത്ത കേസാണ്. മൂപ്പരെന്ത് ചെയ്തു, എന്നാൽ പിന്നെ എനിക്ക് തൗബ കിട്ടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹു ഒരു കയറെടുത്തിട്ട് മൂപ്പര് ആ തൂണുമ്മൽ മൂപ്പരവിടെ കെട്ടിട്ടു. എന്നിട്ട് പറഞ്ഞു, അള്ളാൻ്റെ റസൂൽ എന്നെ ഇവിടെ നിന്ന് അഴിച്ചിട്ടാൽ മാത്രമേ ഞാൻ പോകുള്ളൂ. നബി തങ്ങളൊന്നും ചെയ്തില്ല. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്, ലഖത്താബല്ലാഹു അലൻ നബിയ്യ്. അള്ളാഹു തആല ഒരായത്തിറങ്ങി, അള്ളാഹു തആല അബൂ ലുബാബൻ്റെ തൗബ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം പ്രകാശിക്കുകയും ആ സന്തോഷ വാർത്ത അറിയിക്കുകയും നബി തങ്ങൾ തന്നെ അദ്ദേഹത്തെ ആ കയറിന്ന് കെട്ടിയച്ചു വിടുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ തൂണിന് ഉസ്തുവാനത്ത് തൗബയുടെ തൂണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചരിത്രങ്ങൾ ഒരുപാട് ആ മദീനത്തെ പള്ളിയിലുണ്ട്. നബി തങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചരിത്രങ്ങളുണ്ടോ അതൊക്കെ ആ പള്ളിയിലും പരിസരത്തിലുമാണ് സംഭവിച്ചിട്ടുള്ളത്. അതേമാതിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽ നിന്നിരുന്ന ആളാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല. മരുമകനാണെങ്കിലും നബി തങ്ങൾക്ക് കാവൽ വേണമല്ലോ ശത്രുക്കളെ. അപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല ചാരി നിന്നിരുന്ന ഒരു തൂണുണ്ട്. അത് നബി തങ്ങളുടെ ആ ഖബറിനോട് ചാരിയിട്ടാണ് അവിടെ ആയിഷ ബീവിൻ്റെ വീടുള്ളത്. ഉസ്തുവാനത്ത് തൗബൻ്റെ നേരെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അവിടെ തന്നെയായിരുന്നു ആയിഷ ബീവിൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കയറുന്ന ഒരു വാതിലും ഉണ്ടായിരുന്നത്. അതേമാതിരി ഉസ്തുവാനത്തിൽ വുഫൂദ് എന്ന് പറയുന്നൊരു തൂണുണ്ട്. ഏതായാലും കുറേ തൂണുണ്ട്, അത് മനസ്സിലാക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി അറബികൾ വരുമല്ലോ, ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന്, കബീലകളിൽ നിന്ന് ഓരോ ദിവസവും ഒരുപാട് പ്രതിനിധികൾ വരും നബിനെ കാണാൻ വേണ്ടി. അപ്പോൾ അവരൊക്കെ ഇരുന്നിരുന്ന ഒരു തൂണുണ്ട്. അവിടെ പോയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് സംസാരിച്ചിരുന്നത്. അവിടെ തന്നെ വേറൊരു വീടുണ്ട്, ഒരു തൂണുണ്ട്. അതിൻ്റെ തോട് ചാരിയിട്ടാണ് ഫാത്തിമ ബീവിൻ്റെ വീടുണ്ടായിരുന്നത്. ഫാത്തിമ ബീവിൻ്റെ വീടിൽ നിന്നുള്ള വാതിൽ ഇങ്ങോട്ട് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ എന്ത് ചെയ്യും? പോവുക. അസ്സലാമു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നമാ യരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത് വയുത്ഹിറക്കും തത്ഹീറ എന്നൊക്കെ നബി തങ്ങൾ ആയത്തൊക്കെ ഓതിയിരുന്നത് അവിടെ പോയിട്ടായിരുന്നു. ഉസ്തുവാനത്ത് തഹജ്ജുദ് എന്ന് പറയുന്നൊരു തൂണുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിരുന്നത് ഈ തൂണിൻ്റെ എരുത്താണ്. അവിടെ ഒരു മിഹ്റാബ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഉസ്മാൻ ബാബു ജിബിരിൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബാബു ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വാതിലൊക്കെ ഉണ്ടായിരുന്നത്. അതൊന്നിപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവില്ല, പഴയ കാലത്തെ ആളുകൾക്കൊക്കെ മനസ്സിലാകും. ഏതായാലും ഓരോ തൂണുകളിലൊക്കെ പ്രത്യേകമായ അടയാളങ്ങളും മറ്റുമൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലതിടത്തൊക്കെ അത് നോക്കിയാൽ ചിലർക്ക് മനസ്സിലാകും. ഞാൻ ആ വിഷയത്തിൽ നീട്ടി പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമായിട്ട് കൂടുതൽ നിങ്ങൾക്കത് ഉപകാരം എടുക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ തൂണിൻ്റെ ഒക്കെ ഒരു സവിശേഷത അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. മദീനയിലെ പള്ളിയിലെ കാണുന്ന തൂണുകളെല്ലാമല്ല, നബി തങ്ങളെ കാലത്തുള്ള പള്ളി, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അതിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? റൗള ഷരീഫ് ഉള്ളത്. റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയില്ലേ, എൻ്റെയും ഖബറിൻ്റെ ഇടയിലുള്ള റൗള അതുള്ളത്. അതൊക്കെ ഇപ്പോൾ അന്വേഷിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. നബി തങ്ങളുടെ മിമ്പർ അവിടെ കാണാം. പഴയ മിമ്പർ വെച്ചിരുന്ന സ്ഥലം, കരഞ്ഞു എന്നൊക്കെ പറയുന്നൊരു മിമ്പർ ഉണ്ടല്ലോ. നബി തങ്ങളെ ഒരു മിമ്പർ ഒഴിവാക്കി വേറൊരു മിമ്പറിൽ കയറിയപ്പോൾ അത് കുട്ടികൾ കരയുന്നത് പോലെ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ അത് തേങ്ങി തേങ്ങി കരയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയുന്നത് ആ മിമ്പറൊക്കെ അവിടെ ഉണ്ട്. 2-3 മിമ്പറൊക്കെ അവിടെ കാണാൻ പറ്റും. നബിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന് പറയാതിരിക്കലാണ് നല്ലത്. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. നബിനെ സിയാറത്ത് ചെയ്തു എന്നാണ് പറയേണ്ടത്. ഞാൻ നബിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന് പറയാതെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഖബറിനല്ല അവിടെ പ്രാധാന്യത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അപ്പോൾ ആ കാര്യമൊന്ന് ശ്രദ്ധിക്കണം. അദബിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കുക. മദീനയിൽ ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു കാറ്റടിച്ചു. മദീനേൻ്റെ അവിടെ നിന്ന് ഒരു കാറ്റടിച്ചു, പൊടി പാറിയപ്പോൾ. അപ്പോൾ റസൂലുള്ളാഹി, ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് ഇങ്ങനെ മൂക്കും ഇതൊക്കെ പൊത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖത്തുണ്ടായിരുന്ന ആ മുഖംമൂടി ഇങ്ങോട്ട് വെളിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, മദീനത്തെ പൊടിയും രോഗത്തിന് ശിഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ പ്രത്യേകത ഉണ്ട്. അതുപോലെ മദീനയിലെ അജ്വ കാരക്കക്ക് പ്രത്യേകത ഉണ്ട്. അവിടുത്തെ പൊടിക്ക് പോലും പ്രത്യേകതയുണ്ട്. ഒരാൾ രാവിലെ അജ്വ കഴിച്ചാൽ, 7 അജ്വ കഴിച്ചാൽ ആ ദിവസത്തിൽ ഒരു സുമ്മും സിഹറും ഏൽക്കുലാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമയമായിട്ടുണ്ട്. മൻ തസബ്ബഹ ബിസബഇ തമറാത്തി അജ്വ. ലോകത്തെ ഏറ്റവും വില കൂടിയ പഴം ഈത്തപ്പഴമാണല്ലോ അല്ലേ. അജ്വക്കൊക്കെ ഭയങ്കര വിലയാണ്, 1500-2000 റുപ്യൊക്കെ. അജ്വനെ വാങ്ങിപ്പോരും ആജിമാരൊക്കെ പോകുന്നുണ്ട്. അതിന് ബർക്കത്തുള്ള പഴാണേ. അജ്വാക്കാരൊക്കെ എണ്ണം ഒരാൾ രാവിലെ കഴിച്ചാലും യദുർറഹു ദാലിക മുസുമ്മും വലാ സിഹ്റുൻ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. ഒരാൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, 7 കാരക്ക തിന്നാൽ മദീനയിലെ വൈകുന്നേരം രാവിലെ കഴിച്ചാൽ വൈകുന്നേരം വരെ അവന് പ്രയാസം ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട് കാണാം. അജ്വ സ്വർഗത്തിലെ കാരക്കയാണ് എന്നുള്ളതാണ്. ഒരു കറുത്ത ഒരു കാരക്കയാണ്. അപ്പോൾ ആ കാരക്കക്ക് കറുത്ത ചെറിയൊരു കാരക്കയാണ്.
പക്ഷെ അതിന് വലിയ സവിശേഷത ഉണ്ട് മദീനയിലെ കാരക്കൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തെടുക്കേണ്ട എല്ലാ സ്ഥലത്തും പോയി ബർക്കത്തെടുക്കാനും പുണ്യം നേടാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ അർഹമർ റഹീമായ തമ്പുരാനെ, നിനക്ക് ഇഷ്ടപ്പെട്ട് തന്നെ മഹബ്ബത്ത് വെക്കുന്നവർ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് നീ അവരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മരിക്കുന്ന സമയം ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. രോഗികളായ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, നിനക്കറിയാം അവരെ. ഞങ്ങൾ ദുആ കൊണ്ട് പ്രതീക്ഷിക്കുന്നവരാണ്. അവർക്ക് നീ ശിഫാവും ആഫിയത്തും ഖളാഉൽ ഹാജാത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഖബറിൻ്റെ അദാബിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.